ഇതുവരെ അന്വേഷണ പരിധിയിൽ പെടാത്ത ആളുകളിലേക്കും അന്വേഷണം എത്തണമെന്നതാണ്. ആരാണ് ആ ഹൈക്കോടതി ഉദ്ദേശിച്ചതെന്നുള്ളത് വ്യക്തമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇനിയും പിടിക്കപ്പെടാതിരിക്കുന്ന പ്രമുഖന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയാണ് എന്നുള്ളത് സംസാര വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളവരുടെ മൊഴികളിൽ നിന്നും അതുണ്ട് എന്നാണ് മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന കാര്യം. അതുകൊണ്ട് സ്വർണ്ണക്കടത്ത് വിഷയത്തിലെ പ്രതികൾ, വലിയ പ്രതികൾ ആരൊക്കെയാണ് എന്ന് കേരള സമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട്. ഇത്രയും വേദനാജനകമായിട്ടുള്ള, ശബരിമലയിലെ വിശ്വാസികളുടെ മുഴുവൻ മനസ്സിനെ വേദനിപ്പിച്ച ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ശ്രീകോവിലിന് മുമ്പിലുള്ള കട്ടിളയും അതുപോലെ തന്നെ ധ്വജവും എല്ലാം ഉൾപ്പെടെയുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കുറേയേറെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്, ഇനിയും ഒരുപാട് പ്രതികൾ പുറത്തു വരാനുണ്ട്. അത് ഹൈക്കോടതി വിധിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് പുറത്തുകൊണ്ടുവരാനുള്ള അന്വേഷണമാണ് SIT അടിയന്തരമായിട്ടും നടത്തേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞത് കോടതി കിടക്കുന്ന ഒരു വിഷയത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോടതി കിടക്കുന്ന വിഷയമായതുകൊണ്ട് ആണോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തില് അവരുടെ ഒരു മുൻ MLA, സംസ്ഥാന കമ്മിറ്റി അംഗം, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്, കേരള ഗവൺമെന്റ് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന SIT ആണ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് UDA ഭരിക്കുന്ന ഒരു ഗവൺമെന്റിലല്ല അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഹൈക്കോടതി നിരീക്ഷണം ഉറപ്പാണ്. പക്ഷെ ആ അറസ്റ്റ് ചെയ്തവർക്കെതിരെ എന്തുകൊണ്ട് നടപടി പാർട്ടി സ്വീകരിക്കുന്നില്ല? അപ്പൊ പാർട്ടി അവരെ പൂർണ്ണമായി സംരക്ഷിക്കുകയാണെന്നുള്ള സന്ദേശമല്ലേ മുഖ്യമന്ത്രി നൽകുന്നത്? ഇത്രയും ദിവസമായിട്ട് അവർ ജയിലിലാണ്. ആ ജയിലിൽ കിടക്കുന്നവർക്കെതിരായി പാർട്ടി അത് പാർട്ടിക്കാരാണല്ലോ, പാർട്ടി നേതാക്കന്മാരാണല്ലോ, പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിലൂടെ എന്ത് സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നത്? അപ്പൊ കോടതിയിൽ കിടക്കുന്ന കാര്യമല്ലല്ലോ അത്, കോടതിയിൽ കിടക്കുന്ന മറ്റു കാര്യം. അപ്പൊ കോടതി കിടക്കുന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണ്ണക്കടത്തിൽ, സ്വർണ്ണക്കൊള്ളയിൽ സഖാക്കളെ സംരക്ഷിക്കുന്ന സന്ദേശമല്ലേ മുഖ്യമന്ത്രി അതിലൂടെ കൊടുത്തിരിക്കുന്നത്? അതാണ് കൊടുത്തിരിക്കുന്നത്. അവരെ സംരക്ഷിക്കുന്ന സന്ദേശമാണ് CPM കൊടുത്തിരിക്കുന്നത് എല്ലായിടത്തും.